ശ്രീ സമ്പത്ത്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കുന്ന പാർലമെന്റിൽ നടക്കുന്ന ഈ ചർച്ചകൾ, ഭരണഘടനാ ചർച്ചകളിൽ വളരെ കൃത്യമായി മോദി അടക്കം നെഹ്റു കുടുംബത്തെ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് ഭരണഘടനയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പാർലമെന്റിൽ ഭരണഘടനയാണ് ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർത്തകൾ കാണുമ്പോൾ, ഈ പറച്ചിലുകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ചിരി വരുന്നു, ചില ഓർമ്മകളും വരികയും ചെയ്യുന്നു. ഈ ഭരണഘടന എന്ന വാക്ക് തന്നെ കേൾക്കുന്നത് അറപ്പായ ഒരു കൂട്ടരാണ് വലിയ വാഗ്വാദം ഇളക്കിക്കൊണ്ട് പാർലമെൻറ്റിൽ അട്ടഹാസം ഇളക്കുകയും ചെയ്യുന്നത്. ഇത് പക്ഷേ വളരെ കൃത്യമായി എന്താണോ BJP ലക്ഷ്യമിടുന്നത്, ഈ ചർച്ച കൊണ്ടുവരുന്നതിലൂടെ ആരെയാണോ പ്രതിരോധത്തിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്, അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒരു തരത്തിലും അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നതുമില്ല. ഈ ചർച്ചയിലൂടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഈ മോദിയും കൂട്ടരും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്? നോക്കൂ ശ്രീ നരേന്ദ്രമോദി, ഞാൻ അങ്ങനൊരു പദപ്രയോഗം നടത്തുന്നതിൽ BJPയുടെ ചങ്ങാതി അഡ്വക്കേറ്റ് കൃഷ്ണദാസന് വല്ലാത്ത വിയോജിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫ് കോഴ്സ് ഞങ്ങൾ അഭിഭാഷകർ കൂടിയായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി ആ ഒരു കാര്യത്തിൽ. പാർലമെൻറ്റിലെ നിലവിലുള്ള അംഗങ്ങളും മുൻ പാർലമെൻറ്റ് അംഗങ്ങൾ ശ്രീ മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ അടുത്തറിഞ്ഞിട്ടുള്ളവർക്കെല്ലാം അറിവുള്ളൊരു കാര്യം എന്നുള്ളത് അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഒരു നടനാണ് എന്നുള്ളതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന നിലയിലാണ്. മറ്റൊരു കാര്യം, അദ്ദേഹം ഈ ഗോൾ പോസ്റ്റുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു കളിക്കാരനാണ് എന്നുള്ളതാണ്. താൻ പന്തടിക്കുന്നിടത്താണ് ഗോൾ പോസ്റ്റ് എന്നുള്ള നിലയിലേക്ക് ഗോൾ പോസ്റ്റ് മാറ്റിവെച്ചു കൊണ്ടേയിരിക്കുന്ന നിലയിലേക്ക്. എന്നാൽ ഗോളാണോ അടിക്കുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞകാല ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മതി. ഒന്ന് നോട്ട് നിരോധനമാണ്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ചൊന്നും സമയച്ചുരുക്കം കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തൊക്കെയായിരുന്നു BJP നേതാക്കൾ പറഞ്ഞിരുന്നത്? ആ പറഞ്ഞിരുന്നത് മുഴുവൻ ബഡായി വർത്തമാനമായിരുന്നു എന്നുള്ളത്, അത് മുഴുവൻ പുകയായി പോയി എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ളതാണ്. ഈ നോട്ട് നിരോധനം, ഡിമോണിറ്റൈസേഷൻ ഓഫ് 1000 രൂപയുടെ അതുപോലെ 500 രൂപയുടെ നോട്ടുകൾ നിരോധിച്ചത്, അതിനുശേഷം 2000 രൂപയുടെ നോട്ട് കൊണ്ടുവന്നത്, അതിൽ ചിപ്പ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ തന്നെ നമ്മളിതുപോലെ നടത്തിയ ചർച്ചകളിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ റെക്കോർഡിലുള്ള കാര്യങ്ങളാണ്. എന്തിനായിരുന്നു ഈ സാഹസങ്ങൾ നടത്തിയത്? അതിനുശേഷമാണല്ലോ പിന്നീട് ഈ ഫാം ബില്ലുകൾ കൊണ്ടുവന്നത്, കാർഷിക ബില്ലുകൾ കൊണ്ടുവന്നത്, പ്രതിപക്ഷ അംഗങ്ങളെ MP-മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെ ദ്രുതഗതിയിൽ, അത് ഓർഡിനൻസായി നേരത്തെ പുറപ്പെടുവിച്ചതിനെയാണ് ഇത്തരത്തിൽ ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടി അത് ബില്ല് അവതരിപ്പിച്ച് അത് നിയമമാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിയത്. അത് 1 കൊല്ലക്കാലത്തിലേറെ ഇടതടവില്ലാതെയുള്ള സമരം കൃഷിക്കാർ നടത്തിയത്. അവരെ വിളിച്ചത്, ഭത്സിച്ചത്, ആക്ഷേപിച്ചത്, വിമർശിച്ചത്, അതിനെല്ലാം സർക്കാരിൻ്റെ പണം ചെലവഴിച്ചതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഒടുവിൽ എന്തായി എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ മാപ്പ് പറയുന്നു. ആ പറഞ്ഞ പ്രധാനമന്ത്രി തന്നെയാണ് മുമ്പ് പറഞ്ഞത് 50 ദിവസത്തിനുള്ളിൽ ഈ വിഷയം പരിഹരിച്ചില്ല എങ്കിൽ, ഏത് നോട്ട് നിരോധനത്തിൻ്റെ, എന്നെ നിങ്ങൾ ജീവനോട് കൊന്നോളൂ, ചുട്ടുകൊന്നോളൂ എന്ന്, അല്ലെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നെല്ലാം പറഞ്ഞത്. അപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞതിൻ്റെ ന്യായീകരണമായി ഇത്തരം കാര്യങ്ങൾ പറയല്ലേ, ഈ അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഇത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ അദ്ദേഹം ആദ്യമായി ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് വരുന്നത്, ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ ശിരസ് മുട്ടിച്ചുകൊണ്ടാണ്. ഹിറ്റ്ലർ എങ്ങനെയാണ് റീസ്തായിലേക്ക് കടന്നു വന്നത് എന്നത് ഓർമ്മയുണ്ടോ? ആ റീസ്താ പിന്നീട് കത്തിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാ ജനാധിപത്യ ക്രമങ്ങളെയും വലിച്ചു പിച്ച് ചീന്തുകയുണ്ടായി. ജർമ്മൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ആ ഭരണഘടനയെ തന്നെ പിന്നീട് എന്താണ് ചെയ്തത് എന്നുള്ളത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇന്ത്യയിൽ വാസ്തവത്തിൽ വല്ലാത്ത കൊള്ളയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരെഴുതുക എന്നുള്ള നിലയിലേക്ക് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറ്റ്സ് ഓൺ എ സെല്ലിംഗ് സ്പ്രീ. വീട് വേവുമ്പോഴാണ് വാഴ വെട്ടാൻ തക്കമെന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് മണിപ്പൂർ കത്തുന്നു. നേരത്തെയാണ് എങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് 10 കൊല്ലക്കാലം അവിടെ ഒരു നിയമസഭയില്ല, ഒരു മുഖ്യമന്ത്രിയില്ല, ഒരു ഗവൺമെൻറ്റില്ല. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് ആ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത്. യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ് നടത്തിയത്. ലഡാക്കിനാണ് എങ്കിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പോലുമില്ല. ജനങ്ങൾക്കുണ്ടായിരുന്ന അധികാരം തന്നെ എടുത്തു കളഞ്ഞു. അധികാരം എന്ന് തന്നെ പറയുക. കാരണം
ഭരണഘടന അനുസരിച്ച് ഇവിടെ വി ദ പീപ്പിൾ എന്നാണ് ഇവിടുത്തെ തുടങ്ങുന്നത് ഈ ഭരണഘടനയിലെ അനുച്ഛേദം 1 നിഷ്കർഷിക്കുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എനിക്കറിയാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ മുമ്പ് പാർലമെൻറ്റ് അംഗമായിരുന്നു, അല്ലെങ്കിൽ CPIMൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ആ വാദങ്ങൾ പറയുക എന്നുള്ളത്, അഭിപ്രായം പറയുക എന്നുള്ളതിനപ്പുറമായി വെറും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി. നമ്മൾ തലയ്ക്കനുസരിച്ചാണോ തൊപ്പി തുന്നുക, തൊപ്പിക്കനുസരിച്ചാണോ തല ചെത്തുക? നമ്മളെല്ലാം ചെരുപ്പിടുന്നവരാണ്. ഈ പാദുകങ്ങൾ ഇടുന്നത് പാദത്തിനനുസരിച്ചാണോ, പാദുകത്തിനനുസരിച്ച് പാദത്തെ നമ്മളതിനെ വെട്ടിമുറിക്കുകയാണോ? നമ്മൾ കുപ്പായങ്ങളൊക്കെ ഇട്ടിട്ടുള്ളവരാണ്, ട്രൗസറുകൾ ഇടാറുണ്ട്. എങ്ങനെ പാൻസ്, വക്കീൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വക്കീലന്മാർ അങ്ങനെ പാൻസും ഷർട്ടും ഇട്ടിട്ടാണല്ലോ കോട്ടും ഗൗണും ഇടുന്നത്. അത് വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റേതായിട്ടുള്ള അളവുകൾക്കനുസരിച്ചാണോ ഞങ്ങൾ ശരീരം ചുരുക്കുകയും മെരുക്കുകയും ചെയ്യുന്നത്? അതല്ല, ഞങ്ങളുടെ എല്ലാം ശരീരത്തിനനുസരിച്ചാണോ ഈ പറയുന്ന ട്രൗസറും അതുപോലെ തന്നെ ഈ ഷർട്ടും ഞങ്ങൾ അത്തരത്തിലുള്ള കോട്ടും ഗൗണും എല്ലാം ഇടുക എന്നുള്ളത്? ഇവിടെ നോക്കുക, ഇന്ത്യയിലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനോടൊപ്പം സംസ്ഥാന നിയമസഭകളിലും തെരഞ്ഞെടുപ്പ് നടത്തുക, ഇതാണ് അവർ പറയുന്ന ഒരു കാര്യം. ഇവിടെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ ഒരു പക്ഷേ അവതരിപ്പിക്കാനിടയുള്ള ആ ബില്ല് 129ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടായിരിക്കും അവതരിപ്പിക്കുക. ഇന്ന് അവതരിപ്പിച്ചില്ല, നാളെ അവതരിപ്പിക്കാൻ സാധ്യത 129ാം ഭരണഘടനാ ഭേദഗതിയായിട്ടായിരിക്കും വരാൻ സാധ്യത. വന്നാൽ തന്നെ മിക്കവാറും ചെയ്യാൻ സാധ്യത, ഇത് നിയമവകുപ്പ് മന്ത്രി സ്പീക്കറോട് അഭ്യർത്ഥിക്കാൻ സാധ്യതയുള്ളത്, ഇത് ഒരു പാർലമെൻറ്റിൻ്റെ സെലക്ട് കമ്മിറ്റിക്ക് 2 സഭകളിലെയും അംഗങ്ങൾ, അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം അനുസരിച്ചായിരിക്കും വരിക, അങ്ങനെ ഒരു സെലക്ട് കമ്മിറ്റിക്ക്, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അത്തരത്തിൽ വിടാനായിരിക്കും അതിൻ്റെ സാധ്യത. ഇതിങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഈ രാജ്യത്ത് കൊള്ളയടി നടക്കുകയാണ് സാമ്പത്തിക രംഗത്ത്. എങ്ങനെ? ലോകത്തിലെ 25 കോടി ആളുകൾ പട്ടിണിക്കാരായി തുടരുക, പട്ടിണിക്കാരാണ്, ദരിദ്രരെന്നുള്ള മാത്രമല്ല പട്ടിണിക്കാരായി തുടരുകയാണ്. മറ്റൊന്ന്, ഈ നാട്ടിൽ നമ്മുടെ ഈ ഭവനരഹിതരുടെ എണ്ണം പല സംസ്ഥാനങ്ങളുടെയും സർക്കാർ തന്നെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമായി നടപ്പാക്കുകയാണ്. ജുഡീഷ്യറിയെ തന്നെ വാസ്തവത്തിൽ അതിൻ്റേതായിട്ടുള്ള നിഷ്പക്ഷതയും സ്വതന്ത്രതയും അതിൻ്റെ നീതിപൂർവമായ പെരുമാറ്റങ്ങളുമല്ല, ഫ്രീ ആയിട്ടുള്ള, നമ്മൾ പറയാം ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ എന്നൊക്കെ ഞങ്ങൾ വക്കീലന്മാർ പറയും ഏതൊരു അക്യൂസിനെ സംബന്ധിച്ചും. ഇവിടെ എന്താണ്? ഇവിടെ ഈ ഭവനങ്ങളടക്കം ഇടിച്ചു നിർത്തുന്ന നിലയിലേക്ക് പോവുകയാണെന്ന്. ഇവിടെ നീതി ദേവത കാഴ്ചക്കാരിയായി നിൽക്കുന്ന നിലയിലേക്ക്, അന്ധയായല്ല എങ്കിൽ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന നിലയിലേക്ക് അത്തരത്തിൽ വരികയാണ്. മാധ്യമങ്ങളെ വിലക്കെടുക്കുകയാണ്. ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ ഇത്തരമൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ലോക്സഭ പിരിച്ചുവിടാനായി രാഷ്ട്രപതിക്ക് ശുപാർശ നൽകിയാൽ രാഷ്ട്രപതി പിരിച്ചുവിടും. അങ്ങനെ ലോക്സഭ പിരിച്ചുവിട്ടാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പോൾ നിലവിൽ 28 സംസ്ഥാനങ്ങളേ ഉള്ളൂ, 29 ഇല്ല, എല്ലാ സംസ്ഥാനങ്ങളുടെയും അപ്പോൾ നിയമസഭ പിരിച്ചുവിടണം അല്ലേ? അപ്പോൾ ആ നിയമസഭ പിരിച്ചുവിടുന്ന ലോക്സഭയുടെ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അധികാരങ്ങൾ ഞങ്ങളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നതാണ്. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന പദപ്രയോഗത്തിൽ വല്ലാതെ കടന്നു വന്നിട്ടുള്ള കേന്ദ്ര സർക്കാർ എന്നുള്ള പദം കൊണ്ട് തന്നെ ഇവർക്കെല്ലാം തോന്നിയിട്ടുള്ളൊരു മിഥ്യാധാരണയുണ്ട്, ഈ അധികാരങ്ങളെല്ലാം ഞങ്ങളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്ന്. അങ്ങനെ അല്ല, അധികാരം കേന്ദ്രീകരിച്ചിട്ടുള്ളത് ജനങ്ങളിലാണ്. ആ ജനങ്ങൾ ഇവിടെ എന്ന് തുടങ്ങുന്നത് നാം നമുക്കായി എഴുതി ഉണ്ടാക്കി നമുക്കായി സമർപ്പിച്ച ഭരണഘടനയെ തന്നെ പിച്ചി ചിന്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടക്കുക എന്ന് വെച്ചാൽ ഇനി സംസ്ഥാനങ്ങൾ തന്നെ വേണ്ട എന്നുള്ള നിലയിലേക്ക് എത്തും. അങ്ങനെ സംസ്ഥാനങ്ങൾ വേണ്ട. തീർച്ചയായും താങ്കൾ പറഞ്ഞത് ആ പോയിന്റ് വളരെ കൃത്യമായി തന്നെ അവതരിപ്പിച്ചു.